മല്ലന്മാരുടെ നാടായ മല്ലപ്പള്ളിയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഇവിടെ വന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ എന്നാ ഒരു ഇതാണെന്ന് അറിയാമോ? എന്നാ ഒരു ഇത് ഞാൻ പോലും കണ്ടിട്ട് പകച്ചു നിന്ന്. പുള്ളിക്കാരുടെ സ്വന്തം കുട്ടിക്കുഞ്ഞാച്ചാനെ തിരക്കിയാണ്. കുട്ടിക്കുഞ്ഞാച്ചാന്റെ കൂടെ ഞാനൊരു ട്രിപ്പ് പോകാൻ പോവാണ് ഇന്ന് കേട്ടോ. ഇന്നൊരു ട്രിപ്പ് പോകാൻ പോകണം വെച്ചാൽ ട്രിപ്പ് പോകാൻ പോവാം. കേൾക്കാമോ ഞാൻ പറയുന്നേ? നമുക്കൊരു ട്രിപ്പ് പോയാലോ? നമുക്കൊരു ട്രിപ്പ് പോയാലോ? മല്ലപ്പള്ളി വരുമ്പോ റെഡിയാണോ? അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് മല്ലപ്പള്ളി ടൗണ് കറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് മല്ലപ്പള്ളി ചുറ്റാൻ പോവാണേ. അപ്പച്ചാ കേക്കാമോ? ഞാൻ പറയുന്നത് കേക്കാമോ? അപ്പച്ചൻ ഏകദേശം എത്ര വർഷമായി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഒരു 50 വർഷം കഴിഞ്ഞു. 50 വർഷം കഴിഞ്ഞു. ഈ വണ്ടി പഴയ കാലത്ത് പെട്ടെന്നൊന്നും കിട്ടത്തില്ല. അതെ, എനിക്ക് മധുരയിലെ ഞാൻ ഇതിനെ ബുക്ക് ചെയ്തു. അന്ന് മധുരയിലേ ഉള്ളൂ. അതിന്റെ സുന്ദരമ്മാൾ മധുര അവിടെ ബുക്ക് ചെയ്തു. 68 ബുക്ക് ചെയ്തു. 73 റിലീസ് ചെയ്തു. 73 അന്ന് മുതൽ ഇന്ന് വരെ ഈ കാർ ഉപയോഗിക്കുന്നു. ഇതല്ല, ഇതിന് മുമ്പ് പെട്രോളായിരുന്നു, ഇതിപ്പോ ഡീസലാ. അന്ന് പ്രീമിയം പത്മിനി എന്ന് പറഞ്ഞ കാറേ ഉള്ളൂ. ഇതൊരു സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ച അതിന്റെ എങ്ങനെയോ ഡാമേജ് ആയിപ്പോയി. സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചത്. അന്ന് പ്രീമിയം പത്മിനി എന്ന് പറഞ്ഞ കാറേ ഉള്ളൂ. അന്ന് ഈ ഒരു മോഡൽ വണ്ടിയേ ഉള്ളൂ. ഞങ്ങൾക്ക് 3 പേരേ ഉള്ളൂ മല്ലപ്പള്ളി അന്ന് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് KV വർഗീസ് കാരക്കാട്, 2 പുള്ളിക്കാരൻ തമ്പീനും പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ആളും ഞാനും, ഈ 3 പേർക്കേ ഉള്ളൂ മല്ലപ്പള്ളി സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നവര് 3 പേരേ ഉള്ളൂ. നമ്മുടെ പ്രീമിയം പത്മിനി മാത്രമേ അന്നുള്ളൂ. ഈ ഒരു കാറ് മാത്രമേ അന്നുള്ളൂ, പ്രീമിയം പത്മിനി. പത്മിനിയേ ഉള്ളൂ. മറ്റേ ടാക്സിക്കാര് 3-4 പേരെ ഉണ്ട്. അത് അംബാസഡറാ. ഇതില്ല. ഇത് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മളെ കാറേ പോവാണ് കേട്ടോ. നമ്മുടെ അപ്പച്ചന്റെ കൂടെ അതായത് അപ്പച്ചന് ഇപ്പൊ 101 വയസ്സല്ലേ? 101 വയസ്സ്. 100 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെയാണ്. അപ്പൊ ഈ അപ്പച്ചനോടാണ് നമ്മൾ മല്ലപ്പള്ളി ടൗണ് കാണാൻ പോവാണ് കേട്ടോ മച്ചാമാരെ. ടൗണ് കാണാൻ പോവാണ്. ഒരു രക്ഷയില്ല മച്ചാമാരെ. അന്യായ ഡ്രൈവിംഗ്. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് ഇവിടാണ് ഡ്രൈവിംഗ് സ്കൂള്. ഇവിടെ ഇതിന് മുമ്പ് എത്ര വർഷം മുന്നേ അപ്പനുണ്ടായിരുന്നു. അവന്റെ ഇവര് മാത്രമേ ഉള്ളൂ ഇവിടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നവരന്ന്. ഇന്ന് വരെ ആരുണ്ട്? അന്ന് ഇവര് മാത്രമേ ഉള്ളൂ. അവരുടെ കൂടെ എനിക്ക് മല്ലപ്പള്ളി മുതല് നെടുങ്കാട് പള്ളി ഇത് തന്നിട്ട് ടെസ്റ്റിങ് തന്നു. പിന്നെ എനിക്ക് തന്നേ ഇല്ല. പിന്നെ തന്നെ താൻ ഓടിച്ച് ശരിയാക്കായിരുന്നു. അപ്പച്ചൻ എന്ത് ജോലിയായിരുന്നു ചെയ്തോണ്ടിരുന്നേ? അപ്പച്ചൻ എന്ത് ജോലിയായിരുന്നു? ജോലി സ്റ്റേറ്റ് ബാങ്കിലായിരുന്നു. ട്രാവൻകൂർ ആയിരുന്നു അന്ന്. അതിപ്പോ ഇന്ത്യയായി. അപ്പൊ ഏകദേശം മല്ലപ്പള്ളായിരുന്നു അന്ന് ജോലി.
അവിടെ ഈ ബുക്ക് ചെയ്യുമ്പോഴൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ വല്ലപ്പള്ളിയാണ് ജോലി. പിന്നെ പലയിടത്ത് പോയെങ്കിലും പിന്നെ തിരിച്ച് വല്ലപ്പള്ളി വന്നു. വല്ലപ്പള്ളി റിട്ടയർ ചെയ്തിരിക്കുന്നത്. 50 വർഷമായി അപ്പച്ചൻ എക്സ്പീരിയൻസ് തുടങ്ങിയിട്ട്. 50 വർഷം ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തുടങ്ങിയിട്ട് 50 വർഷമായി. അപ്പച്ചനെ റിവേഴ്സ് എടുക്കാൻ പഠിപ്പിച്ചില്ല എന്നുള്ളൊരു കാര്യം. അപ്പച്ചനെ റിവേഴ്സ് എടുക്കാനേ അത് പഠിപ്പിച്ചേ ഇല്ല. നേരെ മാത്രമേ ഓടിക്കാറിയത്തുള്ളൂ, റിവേഴ്സ് അറിയത്തില്ല. അതൊരു ചക്ര വണ്ടിയാ. കൊല്ലി വണ്ടി എന്നോട് പറയുന്നത്. കൊല്ലിവണ്ടി. 4 വീലുണ്ട്, ഒരു സ്റ്റിയറിംഗ് ഉണ്ട്, 4 വീലുള്ള സ്റ്റിയറിംഗ് ഉണ്ട്, സീറ്റുണ്ട്. ഇത്രേ ഉള്ളൂ. അതിന് വേറെ ഒന്നുമില്ല. റിവേഴ്സ് എടുക്കാൻ പഠിപ്പിച്ചില്ല. ഓ മറ്റേ തന്നെ വല്ലപ്പള്ളി കടപ്പള്ളി വരെ തന്നുള്ളൂ. പിന്നെ റിവേഴ്സിന്റെ അവർക്ക് നേരം. അപ്പച്ച പിന്നെ എങ്ങനെ റിവേഴ്സ് എടുത്തേ? റിവേഴ്സ് എടുക്കാൻ പഠിച്ചത് എങ്ങനാ? റിവേഴ്സ് എന്താണ് എടുത്തു? അല്ലാതെ വേറെ ആരെയും ചോദിക്കാനില്ല. വലിയ അങ്ങനെ എടുത്തു പോയി. അപ്പൊ ഇതൊന്ന് വല്ലപ്പള്ളി ഞാൻ ബാങ്കിലായപ്പോ അവിടെ മന്ദിരത്തിന്റെ അവിടെ വണ്ടി കൊണ്ട് ഇടുന്നേ. വേറെ വണ്ടിയുടെ സ്ഥലമില്ല, അവിടെ ഇടും. അപ്പൊ മറ്റേ ടാക്സിക്കാരൊക്കെ ഞാൻ ചെന്ന് എടുക്കുമ്പോ റിവേഴ്സ് ഇല്ലല്ലോ. പിന്നെ അവരുടെ സഹായത്തോടെയാ ഞാൻ ആ വണ്ടി റിവേഴ്സ് എടുക്കുന്നത്. അപ്പൊ അവർ പറഞ്ഞു റിവേഴ്സ് ഇല്ലാതെ വലിയ പ്രയാസമാ. അത് കേട്ടപ്പോ എനിക്ക് ഒന്നുകൂടെ ഭയമായി. പിന്നെ ഞാൻ തന്നെ എന്താണ് പല ദിവസം കൊണ്ട് അത് ശരിയാക്കി എടുത്തു. റിവേഴ്സ് ആയി. പിന്നെ നമ്മുടെ സ്വന്തം വണ്ടിയല്ലേ, പോയപ്പോട്ട് ധൈര്യം മനസ്സിലുണ്ടായി. പിന്നെ ഓടിക്ക് തുടങ്ങി. പിന്നെ ഒന്നും ആർക്കും ഒരു ദോഷവും ഇതുവരെ ദൈവം അറിയാൻ ഉണ്ടായിട്ടില്ല. നമ്മുടെ ഈ പത്മിനി കൊണ്ട് എവിടൊക്കെ പോയിട്ടുണ്ട്? ഈ പത്മിനി കൊണ്ട് വലിയ ദൂരയാത്രയൊന്നും പോവുകയില്ല. എന്നാലും പണ്ട് 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 നേരത്തെ വർഷങ്ങൾക്ക് മുന്നേ വർഷങ്ങൾക്ക് അങ്ങനെ വണ്ടിപ്പുറപ്പ ഓടണല്ലേ. ആവശ്യത്തിന് മാത്രം ഓടുക, അല്ലാത്ത വെറുതെ ഓടുക പതിവില്ല. അപ്പൊ അത് വലിയ ആവശ്യങ്ങളുണ്ടെങ്കിൽ പോവും. കോട്ടയം ഒക്കെ അന്ന് പോകുമായിരുന്നു. കോട്ടയം, തിരുവല്ല, അങ്ങ് ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഞാനേ ആദ്യമായിട്ടാണ് ഈ പത്മിനിയെ കേറുന്നത്, ഈ വണ്ടിയല്ലേ യാത്ര ചെയ്യുന്നത്. ഈ വണ്ടിയല്ലേ? ഈ വണ്ടിയെ യാത്ര ചെയ്യുന്നത്. ഇതിന്റെ ഗിയർ സിസ്റ്റം എങ്ങനെയാണെന്ന് പറഞ്ഞുതരോ? ഗിയർ സിസ്റ്റം ഇത് ന്യൂട്രൽ, ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഇത്രേ ഉള്ളൂ. പിന്നെ റിവേഴ്സ്. റിവേഴ്സ് ആണ്. റിവേഴ്സ് അങ്ങോട്ടാ? ഇതേ റിവേഴ്സ്. ഓക്കെ 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 ഓക്കെ. ചെയ്തെങ്കിലേ ഒന്ന് കണ്ടോണ്ട് പറ്റിയല്ലേ. പിന്നെ ഒറ്റയടിക്കാണ് വണ്ടി സ്റ്റാർട്ട് ആകുന്നത്. ഇതിന്റെ പണിയൊക്കെ എവിടെ അപ്പച്ച ചെയ്യുന്നേ? ഇതിന്റെ പണി ഇതിവിടെ തന്നെയാ. ഇവിടെ തന്നെയാണോ? അടുത്തവരുണ്ട്, ഒരു വർഷമുണ്ട്, അവിടെയാ ചെയ്യുന്നത്. നമ്മളിങ്ങനെ നമ്മുടെ കുട്ടിക്കുഞ്ഞച്ചായനോടൊപ്പം മല്ലപ്പള്ളിയുടെ ടൗൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ? ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ അപ്പച്ചൻ വണ്ടി ഓടിക്കുക. അപ്പച്ചനോടൊപ്പം ഞാൻ മല്ലപ്പള്ളി ടൗൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പച്ച പഴയൊരു പാട്ടൊന്ന് പാടാമോ? പഴയ പാട്ടോ? എന്താ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അത് ചിന്തയിലടങ്ങാൻ എന്ത് സമാധാനം ചെന്നത് കാണുന്നു ഞാൻ. ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അപ്പച്ചൻ ഇതല്ലാതെ മറ്റു വണ്ടിയൊക്കെ ഓടിക്കുവോ? വേറെ വണ്ടിയോ? ഞാൻ അങ്ങനെ വേറെ വണ്ടി ഓടിക്കാറില്ല. പിന്നെ വല്ല അത്യാവശ്യം വന്നാൽ വന്ന് ഓടിച്ചെന്ന് വരാം. നമ്മുടെ ഇഷ്ട വാഹനം ഇതാ. എന്റെ വാഹനത്തെ മാത്രമാണ് ഞാൻ ഓടിക്കാറുള്ളൂ. ഇതുവരെ അത്രേ ഉള്ളൂ. വേറെ ഒരു വണ്ടിയാണ്. വല്ല ആപത്ത് വന്നെങ്കിലേ ഞാനത് സഹിക്കട്ടെ. എന്റെ സ്വന്തമാണെങ്കിൽ അത് ആരോട് പറയണല്ലോ.
ഞാനങ്ങ് കഴിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് സ്വന്തമായി മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. എന്റെ ഡ്രൈവിങ്ങിനെ വല്ലതും കുഴപ്പം ഉണ്ടോ? ഒന്നുമില്ല പോയില്ല. നന്നായി ഓടിക്കുന്നു. നന്നായി ഓടിക്കുന്നുണ്ട്. ഈ ഒരു പ്രായത്തിലേ റിവേഴ്സ് എടുക്കാൻ മാത്രം പഠിപ്പിച്ചില്ലെന്നേ ഉള്ളല്ലേ. നമ്മളങ്ങനെ ഇവിടെ വീട്ടിലേക്ക് എത്തുകയാണ്. വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. കേട്ടോ, നമ്മുടെ അപ്പച്ചന്റെ വണ്ടി ഓടിക്കുകയാണ് കേട്ടോ, വണ്ടി ഓടിക്കുകയാണ്. അപ്പൊ നമ്മളങ്ങനെ വീട്ടിലെത്തിച്ചേർന്നിരിക്കുകയാണ്. മച്ചന്മാരെ വീട്ടിലെത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ അപ്പച്ചനോടൊപ്പം മല്ലപ്പള്ളി ടൗൺ ഫുൾ ഒന്ന് കറങ്ങി. അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഇപ്പോഴും എന്നാ ഡ്രൈവിങ്. നമ്മളങ്ങനെ തന്നെ കാർ പോർച്ച് കയറ്റി വണ്ടി ഓഫ് ചെയ്യുക. ഇനി കാണാൻ നമുക്ക്. ഇത് കാണാം.